രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധങ്ങൾക്കിടയിൽ പിരായിരി പഞ്ചായത്തിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പിരായിരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഉൾപ്പെടെ രാഹുലിന് കവചം ഒരുക്കിയെന്നതാണ് അവിടെ നിന്ന് ഗോകുൽ നൽകുന്നവർ. അതേസമയം വിവിധയിടങ്ങളിൽ പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധത്തിൽ മുങ്ങിയ ഒരു ഉദ്ഘാടന ചടങ്ങാണ് പിരായിരി പഞ്ചായത്തിൽ നടക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിൽ മുൻകൂട്ടി അറിയിച്ച പ്രകാരം എത്തി എന്ന ആശ്വാസം കോൺഗ്രസിനുമുണ്ട്. പിരായിരി പഞ്ചായത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ഗോകുൽ വ്യസ്റ്റുണ്ട്. ഗോകുൽ, പണ്ട് KM മാണി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട്. അത് വലിയ LDF പ്രതിഷേധം, കഥകടച്ച് സ്പീക്കറെ ഡയസിലേക്ക് സ്പീക്കർ വരാതെ സഭ നടക്കില്ലല്ലോ. ഇപ്പോൾ സ്പീക്കറെ സഭയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കഥകടച്ചുള്ള പ്രതിഷേധം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ സ്പീക്കർ വരുന്നത് ജനശക്തിയിൽ കൈകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നു. KM മാണി വായിക്കുന്നു, മേശപ്പുറത്ത് വയ്ക്കുന്നു, ബജറ്റ് അവതരിപ്പിക്കുന്നു. ഇതും ഒരു ചെറിയ നിലയിൽ പിരായിയിലെ ഒരു ബജറ്റ് പോലെ ആയില്ലേ? ഗോകുലിന് കേൾക്കാൻ കഴിഞ്ഞ വലിയ ബഹളമാണ്. എന്തായാലും വലിയ ഉദ്യോഗജനകമായൊരു സാഹചര്യമായിരുന്നു, കൗതുകരമായ സാഹചര്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണങ്ങൾ ഉയർന്നു. ഇതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെ രാജിവെക്കുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിന് പിന്നാലെ പാലക്കാട് MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകുന്നു. അതേസമയം തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെ സജീവമായി മുന്നോട്ട് വരുന്നു. പിന്നാലെ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുലിനോട് നിയമപരമായി പരാതികളില്ലല്ലോ, അതുകൊണ്ട് കുറെ കൂടി അനുനയ നിലപാട് സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് വരുന്നു. അത്തരം പ്രതികരണങ്ങൾ അല്പം പരസ്യമായും ബാക്കിയൊക്കെ രഹസ്യമായും ഒക്കെ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നു. അതിന് പിന്നാലെ ചില പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ പങ്കെടുക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചൊരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നത്. പിരായിരിയിലാണ് ആ പരിപാടി, പിരായിരി പഞ്ചായത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. പരിപാടിക്ക് എത്തിയപ്പോൾ പ്രതിഷേധം DYFIയുടെ ഭാഗത്തുണ്ടായി, BJPയുടെ ഭാഗത്തുണ്ടായി. അതേസമയം തന്നെ രാഹുലിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് രാഹുലിൻ്റെ വാഹനം അല്പനേരം തടഞ്ഞുവെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് UDF പ്രവർത്തകർ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. അതേസമയം പോലീസിന്റെ വലിയ സാന്നിധ്യം ഈ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നില്ല. പ്രതിഷേധം ഉണ്ടായിടത്തുണ്ടായിരുന്നു എന്നാണ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. രാഹുലുണ്ട്, ഒരുപക്ഷെ സംസാരിച്ചേക്കാം. പരിപാടി കഴിഞ്ഞിട്ടേ കാണുള്ളൂ. രാഹുൽ സംസാരിക്കുന്നു. സംസാരിക്കാൻ തുടങ്ങുന്നു എന്നാണ് തോന്നുന്നത്. പരിപാടിക്ക് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണാം, പ്രതികരിക്കാമെന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു റോഡിന്റെ ഉദ്ഘാടനം ആണ്, അതിനൊരു ചെറിയ പൊതുയോഗമുണ്ട്, അതിനുശേഷം പ്രതികരിക്കുമെന്നുള്ളതാണ് രാഹുൽ അറിയിക്കുന്നത്. ഗോകുൽ, അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കൂട്ടപ്പൊരിച്ചിനിടയിൽ ഉദ്ഘാടനം നടത്തി നാടമുറിച്ചു, പക്ഷേ പരിപാടി കഴിഞ്ഞില്ല. അല്പം ദീർഘമായ പരിപാടി അവിടെ നടക്കാൻ പോവുകയാണല്ലേ? സാധാരണ നിലയിൽ റോഡ് ഉദ്ഘാടനം എന്ന നിലയിൽ തന്നെ ഇപ്പോൾ കൂടുതൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടോ? പലരെയും ഭൂരിപക്ഷം ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകർക്ക് എത്തുമോ
അറിയില്ല. ഏതായാലും ഈ വഴിയൊക്കെ തന്നെ സുരക്ഷാ പോലീസിന്റെ ഒരുക്കിയിട്ടുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർ എത്തുമോ എന്നുള്ളത് ഉറപ്പില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ രാഹുലിനൊപ്പമുള്ളതെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ്, UDF പ്രവർത്തകരാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തുള്ളത് UDF പ്രവർത്തകരാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ പോലീസ്? തീർച്ചയായും. അതായത് ഇപ്പോൾ ഒപ്പമുള്ളത് UDFന്റെ, അതായത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, ലീഗിന്റെ വാർഡ് മെമ്പറാണ്. അത്തരത്തിൽ മറ്റുള്ളൊക്കെ തന്നെ വേദിയിലിരിക്കുന്നവരെല്ലാം തന്നെ ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഒക്കെ തന്നെ ആളുകളാണ്. അതോടൊപ്പം തന്നെ സദസ്സിലിരിക്കുന്നവരും ഭൂരിപക്ഷം ആളുകളും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ആളുകളാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DYFI ഈ ഒരു പ്രതിഷേധം നടത്തുക എന്നുള്ളൊരു ഇന്നത്തെ ഒരു കാര്യം യഥാർത്ഥത്തിൽ DYFIയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയായിരുന്നു. കാരണം KSRTCയുടെ ഒരു പരിപാടിയാണ് ആദ്യമായി രാഹുൽ ഉദ്ഘാടനം ചെയ്തത്. അത് അന്ന് ഈ പ്രതിഷേധക്കാർ അറിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ പ്രതിഷേധം അന്ന് ആ ഉദ്ഘാടനം നടന്നത്. അതിനുശേഷം അടുത്തൊരു പരിപാടി നോട്ടീസ് അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ വിളിച്ച് നടത്തി നോക്കൂ, അപ്പോൾ തങ്ങൾ കാണിച്ചു തരാമെന്നാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം തന്നെ ആളുകളെ അറിയിച്ചുകൊണ്ട് ബാനറുകളൊക്കെ അടിച്ചുകൊണ്ട് ഫ്ലക്സൊക്കെ അടിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം പോലീസും എല്ലാം തന്നെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രാഹുൽ വരുന്ന സമയത്ത് തന്നെ വഴിയിൽ വെച്ച് തന്നെ പ്രവർത്തകർ വാഹനത്തിന് മുന്നിലെത്തുകയും വാഹനം തടയുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് DYFI പ്രവർത്തകരെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഇവിടേക്ക് രാഹുലിനെ എത്തിച്ചത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നടമുറിച്ചതിന് ശേഷമുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ പോലീസിന്റെ റോൾ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ടല്ലോ പ്രതിപക്ഷ നിരയിൽ നിന്ന്. ഭരണപക്ഷത്തിന് അനുകൂലമായി, യുവജന സംഘടനകൾക്ക്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സമീപനം ശരി. ഇപ്പോൾ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പോലും അത്തരത്തിൽ രൂക്ഷമായ വിമർശന സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് പോലീസിന്റെ. ഇവിടുത്തെ പോലീസിന്റെ ഒരു സമീപനം എങ്ങനെയാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി? പോലീസിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പദ്ധതി നടക്കുന്ന സ്ഥലത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരല്ലാത്ത അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ പരമാവധി ഒഴിവാക്കാനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ശ്രമിച്ചത്. പക്ഷേ അതനുസരിച്ച് തന്നെ ഈ പ്രതിഷേധക്കാരുടെ അടുത്ത് പോലീസ് നിലയുറപ്പിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും രാഹുൽ വരുന്നതിന് വഴിക്ക് തന്നെ അതിനു മുൻപ് തന്നെ ഏകദേശം ഒരു 100 മീറ്റർ നീങ്ങി തന്നെ DYFI പ്രവർത്തകരും വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയും കരികൂടി കാണിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പോലീസാണ് ഈ പ്രവർത്തകരെ നീക്കി പരിപാടി തുടങ്ങി. അവർ പ്രസംഗിക്കുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ശബ്ദം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനിയും ചെയ്യാൻ പോകുന്ന നമ്മുടെ വികസന നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ഷമീർ, മുൻ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യരായ മെമ്പർമാര്, നേതാക്കന്മാര്, സഹപ്രവർത്തകര്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പ്രദേശവാസികൾ എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു വലിയൊരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും ഈ പിരായിരി പഞ്ചായത്തിൽ, വിശിഷ്യ പിരായിരി പഞ്ചായത്തിലെ ജനങ്ങൾ ഒട്ടുപാടും ആരും പിന്നോക്കം നിൽക്കില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. എല്ലാവരും കൂട്ടത്തോടെ നമ്മുടെ വികസന നായകനെ തോളിലേറ്റ് വരുന്ന ആ ഒരു സംഭവം വളരെയധികം സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. പരിപാടി അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെയൊക്കെ വാക്കുകളിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കി MLA നിലയിൽ ഇപ്പോൾ റോഡ് ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചിരിക്കുന്നു.